BJP കഴിഞ്ഞ തവണ 8500 വോട്ടാണ് പിടിച്ചത്. അത്രയും ഇത്തവണ മോഹൻ ജോർജ് പിടിക്കാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. ഈ PV അൻവർ ഫാക്ടർ എത്രത്തോളം അത് ആരെയായിരിക്കും ബാധിക്കുക എന്നുള്ളത്, PV അൻവർ കൊണ്ടുപോകുന്ന വോട്ടുകൾ അത് ഇടതുപക്ഷത്ത് നിന്നായിരിക്കുമോ ഷൗക്കത്തിൽ നിന്നായിരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഈ PV അൻവർ ഫാക്ടർ. PV അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം തന്നെയാണ് ഈ മുന്നണികളുടെ കാൽക്കുലേഷനെ കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നത്. നേരത്തെ PV അൻവർ പറഞ്ഞത് 75,000-ഓളം വോട്ടുകൾ എന്നതൊക്കെയാണ്. പക്ഷേ PV അൻവർ ക്യാമ്പുമായി അടുത്ത് ബന്ധപ്പെടുമ്പോഴൊക്കെ അറിയാൻ കഴിയുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് 25,000-ഓളം വോട്ടുകളൊക്കെയാണ്. 25,000, 30,000 വോട്ടുകളൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കാത്തിരുന്ന് കാണേണ്ടി വരും അത് എങ്ങനെയെന്നത്. ഈ PV അൻവർ പിടിക്കുന്നത് പ്രത്യേകിച്ചും ഇവിടെ ഒരു തേർഡ് ഫോഴ്സാണ് ഈ അസംബ്ലി മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ ആരുടെയാണ് എന്നതും ഈ ഫലനിർണ്ണയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാകും. UDF അസംതൃപ്തരുടെയും LDF അസംതൃപ്തരുടെയും അടക്കം വോട്ടുകൾ തനിക്ക് വന്നു ചേരുമെന്നൊക്കെയാണ് PV അൻവർ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത്. എന്തായാലും ആ കണക്ക് എങ്ങനെയെന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുന്നത് ഏറ്റവും സുപ്രധാന ഘടകമായി മാറുകയും ചെയ്യും. ഇനി BJPയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ BJP നേരത്തെ ബൂത്ത് തലത്തിൽ നടക്കമെടുത്ത കണക്കുകൾ പ്രകാരം അവർ 20,000-ഓളം വോട്ടുകൾ എന്നൊക്കെയാണ് കണക്കുകളിൽ തെളിയുന്നത്. പക്ഷേ അത്തരം നിലവിലേക്ക് എത്തിയാൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ലോട്ടറിയാകും. പക്ഷേ BJP ഏത് തരത്തിൽ മുന്നോട്ട് വരുമെന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു കോംപ്ലിക്കേഷനായി തന്നെ നിൽക്കുകയാണ്. BJP കഴിഞ്ഞ തവണ 8,500-ഓളം വോട്ടുകളായിരുന്നു. അവർ വിചാരിക്കുന്ന 8,500-ലധികം വോട്ട് കിട്ടിയാൽ തന്നെ ആശ്വാസം എന്ന നിലയിലാണ് അവർ നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പ് BJPക്ക് പല ഘട്ടങ്ങളിലും ഒരു രാശിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നു. പണ്ട് രാജഗോപാൽ മത്സരിച്ചപ്പോൾ വോട്ട് നേടിയെന്നൊഴിച്ചാൽ എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി BJPക്ക് മുന്നിലുണ്ട്. ഈ PV അൻവർ BJP ഇവർ പിടിക്കുന്ന വോട്ടുകളും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായി ഭവിക്കുക തന്നെ ചെയ്യും.